മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോ ലയോ 14 പാപ്പ അടിവരയിട്ട് പറഞ്ഞു DDF, അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്. അതിലൂടെ ഈ ഒരു തിരുവെഴുത്ത് അത് സഭയുടെ ഡോക്യുമെന്ററി ഡോക്ട്രിൻ ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ പലർക്കും അത് മനസ്സിലായി. ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, അച്ഛാ ഇതെന്താണ്, എന്റെ മാതാവിന്റെ മധ്യസ്ഥയാണ്, അയ്യോ ഇതൊക്കെ കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി, മാതാവ് മധ്യസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ്. ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഈശോയ്ക്ക് 10% മാതാവിനോ? മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ. ഇത് നമ്മൾ ഏറ്റുപറയണം. ഇത് മാതാവ് ഏറ്റുപറഞ്ഞിട്ടുണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട്. ആകാശത്തിൻ കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം, നീ പ്രഘോഷിക്കണം. നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല. അതാണ് പത്രോസ് വിളിച്ചു പറഞ്ഞത്. തള്ളിപ്പറഞ്ഞവൻ, എനിക്കവൻ അറിയാലെന്ന് പറഞ്ഞവൻ 10 മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതിൽ വെള്ളം ചേർക്കരുത്.